ഹലോ മക്കളെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ LCR സർക്യൂട്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചായിരുന്നു. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് LCR സർക്യൂട്ടിൻ്റെ മറ്റൊരു ഫിനോമിനയെ പറ്റിയാണ്. നമുക്കറിയാം LCR സർക്യൂട്ടിൽ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്, അതുപോലെ റെസിസ്റ്ററുണ്ട് അല്ലേ. ഞാനിവിടെ AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ആണെങ്കിൽ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇതാണ് റെസിസ്റ്റൻസ്. ഇവൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ് എന്തെന്ന് പറയണത്? VL എന്ന് പറയണത്. ഇവൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ് VC എന്ന് പറയണത്. ഇവൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ് VR എന്ന് പറയണത്. നമുക്കിതിൻ്റെ വാല്യൂസ് അറിയാം. ഇതിൻ്റെ വാല്യൂ എന്താണ്? I ഇൻറ്റു XL ആണ്. ഇതിൻ്റെ വാല്യൂ എന്താണ്? I ഇൻറ്റു XC ആണ്. ഇതിൻ്റെ വാല്യൂ എന്താണ്? I ഇൻറ്റു R ആണ്. ശരിയാണ്? ശരി. ഇനിയാണെങ്കിൽ ഞാൻ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ L കൊടുത്തു, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C കൊടുത്തു, റെസിസ്റ്ററിൻ്റെ വാല്യൂ R കൊടുത്തു. ഞാനൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. അതുപോലെ ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്, ഫോർ എക്സാമ്പിൾ ഒരു 100 വോൾട്ട് കൊടുത്തു. അതുപോലെയാണെങ്കിൽ ഒരു 50 ഹെർട്സ് കൊടുത്തു. സോ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞ് നിങ്ങൾ പറയും സർ 50 ഹെർട്സ് ആണ്. വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞ് 50 ഹെർട്സ് ആണ്. ശരിയല്ലേ? ഓക്കെ മക്കളെ, ഞാൻ പറയുകയാണ് ഇഫ് XLൻ്റെ വാല്യൂ ആർക്ക് ഈക്വലായി എന്നറിയാമോ? XCക്ക് ഈക്വലായി. XLൻ്റെ വാല്യൂ XCക്ക് ഈക്വലായി എന്ന് കരുതുക. സോ ഇതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഞാൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ ഈക്വലാക്കി. അങ്ങനെ ആക്കുമ്പോൾ നമുക്കറിയാം XL എന്ന് പറയുന്നത് എന്താണ്? L ഒമേഗയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു XC എന്താണ്? 1/C ഒമേഗയാണ്. നമുക്ക് ഈ ഒമേഗ എല്ലാം ഒരുമിച്ച് എഴുതാം. ഒമേഗ സ്ക്വയർ എന്നാവും. വിച്ച് ഈസ് ഈക്വൽ ടു 1/LC എന്ന് കിട്ടും. സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 1/√LC എന്ന് കിട്ടും. ശരിയല്ലേടാ? അതായത് ഒമേഗ നമുക്കറിയാം, ഒമേഗ എന്താണ്? അത് 2πf ആണ്. So 2πf which is equal to 1/√LC. നമുക്കിതിൽ നിന്നും എഫിനെ കണ്ടുപിടിക്കാം. F which is equal to 1/2π താഴെ വരും √LC. അതായത് ഇവിടെ നമുക്കൊരു ഫ്രീക്വൻസി കിട്ടി. നമ്മളെത്ര ഫ്രീക്വൻസി അയച്ചത്? 50 ഹെർട്സ് ഫ്രീക്വൻസി അയച്ചത്. പക്ഷേ സർക്യൂട്ടിൽ പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ആ ഫ്രീക്വൻസി ഏതായിട്ട് മാറും? ഇതിൻ്റെ ഫ്രീക്വൻസി F which is equal to 1/2π√LC ആയിട്ട് ചേഞ്ച് ആകും. അതായത് നമുക്ക് സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി മാറ്റാൻ കഴിയും. LCR സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി മാറ്റാൻ കഴിയും. ഫ്രീക്വൻസി എന്താക്കി മാറ്റാൻ കഴിയും? 1/2π√LC ആയിട്ട് മാറ്റാൻ കഴിയും. ഈ Lനും Cക്കും എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും? ആ ഡിസേർഡ് ഫ്രീക്വൻസി സർക്യൂട്ടിലൂടെ ഒഴുകിപ്പോകും. മനസ്സിലായോ? അപ്പോൾ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി ഇതാണോ? അല്ല. പകരം എന്താണ്? ഫ്രീക്വൻസിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഈ ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. സോ റെസൊണൻസ് ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1/2π√LC. സോ എന്താണ് റെസൊണൻസ് എന്ന് പറയുന്നത്? ഒരു LCR സർക്യൂട്ടിൽ അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് ഈക്വൽ ആയാൽ സർക്യൂട്ടിലൂടെ പോകുന്ന സോഴ്സ് കറണ്ടിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ആ സോഴ്സ് കറണ്ടിന്റെ ഫ്രീക്വൻസി, ഈ കറണ്ടിന്റെ ഫ്രീക്വൻസി ഇതായിട്ട് മാറും. F which is equal to 1/2π√LC ആയിട്ട് ചേഞ്ച് ചെയ്യും. അതായത് Lനും Cക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ആ ഡിസേർഡ് ഫ്രീക്വൻസി നമുക്ക് എന്താണോ, ഏത് ഫ്രീക്വൻസിയാണോ ആഗ്രഹം, ആ ഫ്രീക്വൻസി എനിക്ക് ഇതിലൂടെ കടത്തിവിടാൻ കഴിയും. ഈ സർക്യൂട്ടിലെ കറണ്ടിലൂടെ കടത്തിവിടാൻ കഴിയും. സോ എനിക്ക് സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ശരിയാണോ? ഇക്കാര്യം മനസ്സിലായോ? ഓക്കെ. സോ എന്താണ് റെസൊണൻസ് എന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇൻ എ സീരീസ് LCR സർക്യൂട്ടിൽ അതിൻ്റെ ആണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആർക്ക് ഈക്വൽ ആവുന്നതാണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് ഈക്വൽ ആവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഓക്കെ ആണോ മക്കളെ? ഇപ്പോൾ നിങ്ങൾക്ക് റെസൊണൻസ് ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ഇത് എന്തിനാണ് യൂസ് ചെയ്ത് നോക്കാം. റെസൊണൻസ് ഫ്രീക്വൻസി നമുക്ക് എന്തിനാണ് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത പേജ് നോക്കാം. റെസൊണൻസ് ഫ്രീക്വൻസി എന്തിനാണ് യൂസ് ചെയ്യുന്നത്?
നോക്കുക, ഇവിടെയാണെങ്കിൽ നമുക്ക് അന്തരീക്ഷത്തിലാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കുറേ റേഡിയോ തരംഗങ്ങളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ എഫ് എം റേഡിയോ അല്ലേ, എഫ് എം റേഡിയോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെഡ് എഫ് എം ഉണ്ട്. റെഡ് എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 93.5 മെഗാ ഹെഡ്സ് ആണ് കരുതിക്കും. ചുമ്മാ വിചാരിച്ചോ, ഇതാണ് ആരുടെ ഫ്രീക്വൻസി? 93.5 മെഗാ ഹെഡ്സ് ആണ്. ഈ അന്തരീക്ഷത്തിലൂടെ ഒരു വേവ് പോകുന്നുണ്ട്, ഒരു സിഗ്നൽ പോകുന്നുണ്ട്, ഒരു ഡേറ്റ പോകുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 93.5 മെഗാ ഹെഡ്സ് ആണ്. സോ ഹിയർ വി വാണ്ട് ടു ക്യാപ്ചർ ദിസ് ഫ്രീക്വൻസി. നമുക്ക് ഈ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? വലിച്ചെടുക്കണം, ഒരു സർക്യൂട്ടിലൂടെ വലിച്ചെടുക്കണം. ഫോർ എക്സാമ്പിൾ റേഡിയോ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുള്ള സിഗ്നൽ എന്ത് ചെയ്യണം? വലിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ടി വിയുടെ റിമോട്ട് IR വേവ് ഇങ്ങനെ പോവുകയാണ്, ആ വേവിനെ വലിച്ചെടുക്കണം. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. അപ്പം ഇത്തരം ഡിവൈസുകൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള വേവുകളെ വലിച്ചെടുക്കുന്നത്? അറ്റ്മോസ്ഫിയറുള്ള ഒരു വേവിനെ എങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്? ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് റെസൊണൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. മക്കളെ, റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 ഫ്രീക്വൻസി ഉണ്ട്. ഇത് ഫ്രീക്വൻസി 1ഉം ഇത് ഫ്രീക്വൻസി 2ഉം. 2 വേവ് ഉണ്ട്. ഈ വേവിൻ്റെ ഫ്രീക്വൻസി 1 ആണ്, ഈ വേവിൻ്റെ ഫ്രീക്വൻസി 2 ആണ്. അങ്ങനെയെങ്കിൽ ഈ 2 ഫ്രീക്വൻസി ഞാൻ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ 2 വേവുകളുടെ ഫ്രീക്വൻസി ഏത് വേവ് ആയിക്കോട്ടെ, ഒരേ നേച്ചറുള്ള 2 വേവ് ആയിരിക്കണം. സോ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ ഇതും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇത് മെക്കാനിക്കൽ വേവ് ആണെങ്കിൽ ഇതും മെക്കാനിക്കൽ വേവ് ആകണം. ഓക്കെ, സോ 2 വേവുകളുടെ ഫ്രീക്വൻസി ഞാൻ എന്ത് ചെയ്തു? ഈക്വൽ ആക്കി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വേവുകൾ എന്ത് ചെയ്യും? കൂടിച്ചേർന്ന് ഒരു സിംഗിൾ വേവായിട്ട് മാറും. ഈ പ്രതിഭാസനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് റെസൊണൻസ് എന്ന് പറയുന്നത്. സോ വേവുകൾ എന്ത് ചെയ്യും? കൂടിച്ചേരും. ഒരേ ഫ്രീക്വൻസിയിലുള്ള വേവുകൾ കൂടിച്ചേർന്ന് ഒന്നായി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കും. അപ്പം ഇത്തരം ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് റെസൊണൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ എന്താ റെസൊണൻസ് പറയുന്നത്? ഒരേ കണക്കുള്ള 2 ഫ്രീക്വൻസികൾ എന്ത് ചെയ്യും? അടുത്തടുത്ത് വന്ന് എന്ത് ചെയ്യും? അത് ഇഴുകിച്ചേർന്ന് ഒന്നായി മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് റെസൊണൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ എങ്ങനെയാണ് റെസൊണൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നോക്കാം. നോക്കൂ മക്കളെ, നോക്കടാ. ഇവിടെയാണെങ്കിൽ അന്തരീക്ഷത്തിലൊരു വേവ് ഉണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 93.5 മെഗാ ഹെഡ്സ് ആണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ LCR സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിലൂടെ ഞാൻ കറണ്ടിനെ കടത്തിവിടാൻ പോവുകയാണ്. ഞാനാണെങ്കിൽ 230 വോൾട്ട് 50 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള സോഴ്സ് കണക്ട് ചെയ്തേക്കുവാണ്. ഉറപ്പായും എന്ത് ചെയ്യും? ഇതിൻ്റെ XLൻ്റെ വാല്യൂ XCക്ക് ഈക്വൽ ആണെങ്കിൽ ഉറപ്പായും അത് F എന്ന ഫ്രീക്വൻസിയിലായിരിക്കും കറണ്ടിനെ കടത്തിവിടുന്നത്. സോ ഇതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഇതല്ല കറണ്ടിൻ്റെ ഫ്രീക്വൻസി, പകരം എത്രയാണ്? 1/2π√LC ആയിരിക്കും കറണ്ടിൻ്റെ ഫ്രീക്വൻസി. സോ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? F which is equal to 1/2π√LC ആയിരിക്കും. അപ്പം ഈ ഫ്രീക്വൻസി ആർക്ക് ഈക്വൽ ആണ് എങ്കിൽ 93.5 മെഗാ ഹെഡ്സിന് ഈക്വൽ ആക്കി ഞാൻ വെക്കും. സോ ഇതേയും ഞാൻ ഇൻഡക്ടറും കപ്പാസിറ്ററും അത്രയും വാല്യൂ കൊടുക്കുന്നത്. ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? 93.5 മെഗാ ഹെഡ്സ് കിട്ടണം. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ മനഃപൂർവ്വം ഈ അന്തരീക്ഷത്തിലുള്ള സിഗ്നലിനെ പിടിക്കാനായിട്ട് ആ ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസി തുല്യമായ എല്ലും സിയും ഇട്ടുകൊടുത്ത് ഞാൻ ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാക്കി മാറ്റും? 93.5 മെഗാ ഹെഡ്സ് ആക്കി മാറ്റും. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു കമ്പി ഇങ്ങനെ പൊക്കി വെക്കും. സോ വേവ് എന്ത് ചെയ്യും മക്കളെ? ഈ കമ്പിയിലൊന്ന് തട്ടും. ഇത് നമുക്ക് ആൻറ്റിന എന്ന് വിളിക്കാം. ആൻറ്റിന. സോ ആൻറ്റിനയിൽ വന്ന് തട്ടും വേവ്. ഇവിടെയാണെങ്കിൽ ഈ വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതേ ഫ്രീക്വൻസിയിൽ ആര് കടന്നു പോകുന്നുണ്ട്? കറണ്ട് കടന്നു പോകുന്നുണ്ട്. സോ ഒരേ കണക്കുള്ള 2 ഫ്രീക്വൻസി അടുത്തടുത്ത് വന്ന് എന്ത് ചെയ്യും? അത് ഇഴുകി ചേർന്ന് ഒന്നാവണം. സോ ഇവിടെയാണെങ്കിൽ പാട്ടാണ്, FM റേഡിയോയിൽ എന്തുണ്ട്? പാട്ടുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യും? ആ ഇഴുകി ചേർന്ന് ഒന്നാവണം. ഒന്നുകിൽ കറണ്ട് പുറത്തേക്ക് പോകണം, അത് പറ്റുമോ? കണ്ടക്ടറിലൂടെ മാത്രമേ കറണ്ട് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഒന്നുകിൽ കറണ്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ വേവിന് അകത്തേക്ക് വരണം. സോ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? വേവ് സർക്യൂട്ടിലേക്ക് ക്യാപ്ചർ ആകും, അകത്തേക്ക് വരും. വേവ് സർക്യൂട്ടിനകത്തേക്ക് വരികയും ഇവിടെയാണെങ്കിൽ സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ശബ്ദ തരംഗങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനടിസ്ഥാനപ്പെടുത്തി സ്പീക്കർ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സൗണ്ട് പുറത്ത് വരും. സോ ഡേറ്റ, ഇൻഫർമേഷൻ പുറത്ത് കിട്ടും. മനസ്സിലായോ മക്കളെ?
സോ ഇങ്ങനെയാണ് ഒരു LCR വളരെ സിമ്പിളായിട്ട് വളരെ ലൈറ്റായിട്ട് പറഞ്ഞു തന്നെയാണ് ഇങ്ങനെയാണ് ഒരു LCR സർക്യൂട്ട് ഒരു റേഡിയോ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. സോ LCR സർക്യൂട്ടിനെ കൊണ്ട് മറ്റു ചില പേരുകളുണ്ട്. ട്യൂണിംഗ് സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, ട്യൂൺ ചെയ്യാൻ പറ്റും. അന്തരീക്ഷത്തിലുള്ള സിഗ്നലിനെ ആണെങ്കിൽ ട്യൂണിങ്ങിലൂടെ സ്വീകരിക്കാനും പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണെങ്കിൽ ട്യൂണിംഗ് സർക്യൂട്ട് എന്ന് പറയും. അതുപോലെ നമുക്ക് വേറെ എന്താണ് റേഡിയോ സർക്യൂട്ട് എന്ന് പറയും. സോ റേഡിയോയിലാണ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ സർക്യൂട്ട് എന്ന് പറയും. സോ ഇതൊക്കെ LCR സർക്യൂട്ടിന്റെ പറയുന്ന പേരുകളാണ്. അപ്പോൾ LCR സർക്യൂട്ട് എങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ഒരു സിഗ്നലിനെ വലിച്ചെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം റെസൊണൻസ് എന്ന കണ്ടീഷൻ വെച്ചിട്ടാണ്. റെസൊണൻസിലാണെങ്കിൽ പ്രത്യേകത എന്താണ്, XL-ന്റെ വാല്യൂ ആർക്ക് ഈക്വൽ ആയിരിക്കും, XC-ക്ക് ഈക്വൽ ആക്കും. XL-ന്റെ വാല്യൂ XC-ക്ക് ഈക്വൽ ആക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും മക്കളെ, ഇവിടെയാണെങ്കിൽ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഈ ഫ്രീക്വൻസി ആയിരിക്കും ഇതിലെ കടന്നു പോകുന്നത്. സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 1/2π√LC അഥവാ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകും. ഈ ഫ്രീക്വൻസി അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഫ്രീക്വൻസി ആര് ക്യാപ്ചർ ചെയ്യും, നമ്മുടെ ഈ സർക്യൂട്ട് ക്യാപ്ചർ ചെയ്യുകയും സർക്യൂട്ടിന് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. ഈ ഒരു പ്രതിഭാസനെ അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. സോ റെസൊണൻസ് എന്താണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളി നിങ്ങൾ പറയണം ഇതൊരു കണ്ടീഷനാണ്. ഒരു LCR സർക്യൂട്ടിന്റെ ആണെങ്കിൽ XL XC-ക്ക് ഈക്വൽ ആവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ഓക്കെ ആണോ? നമുക്ക് നോക്കാം റെസൊണൻസ് സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് LCR സർക്യൂട്ടിന് ഉണ്ടാവുന്ന നോക്കാം. സോ ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലായി, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ശരിയാണോ? കൊടുക്കുന്ന സോഴ്സിന്റെ ഫ്രീക്വൻസി ആയിരിക്കില്ല കറണ്ടിന്റെ ഫ്രീക്വൻസി. ഉറപ്പായും ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഫ്രീക്വൻസി എന്തായിട്ട് മാറും, F is equal to 1/2π√LC ആയിട്ട് ചേഞ്ച് ആകും. ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു LCR സർക്യൂട്ടിന് ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകും നോക്കാം. നോക്കൂ മക്കളെ, ഒന്ന് ഒരു LCR സർക്യൂട്ട് എടുക്കാൻ പോവാണ്. LCR സർക്യൂട്ട് എടുത്തു. സോ ഇതിനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് VL ആണ്. VL 1 × I×1 അല്ല I×XL ആണ്. ഇത് VC ആണ്. VC which is equal to I×XC ആണ്. ഇത് VR ആണ്. VR which is equal to I×R ആണ്. I×R ആണ്. ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ അറ്റ് റെസൊണൻസ് ഇതാണ് നമ്മൾ പഠിക്കാൻ പോവാണ്. കേട്ടിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് അറ്റ് റെസൊണൻസ്. അറ്റ് റെസൊണൻസ് കണ്ടീഷനിൽ ഒന്ന് XL ആർക്ക് ഈക്വൽ ആയിരിക്കും, XC-ക്ക് ഈക്വൽ ആയിരിക്കും. രണ്ട്, ഇവിടെയാണെങ്കിൽ ഞാൻ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I×XL ആർക്ക് ഈക്വൽ ആയിരിക്കും, ഇവിടെയും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, I×XC-ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഇതെന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഇൻഡക്ടർ. ശരിയാണോ? വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഇൻഡക്ടർ ആർക്ക് ഈക്വൽ ആയിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് കപ്പാസിറ്ററിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? കണ്ടീഷൻ നമ്പർ 2 എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് റെസൊണൻസിന്റെ സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് കപ്പാസിറ്ററിന് ഈക്വൽ ആയിരിക്കും. 3, അങ്ങനെയെങ്കിൽ നമുക്കറിയാം V which is equal to വോൾട്ടേജ് ട്രയാങ്കിൾ ഓർത്തേ, V which is equal to √R² plus VC minus VL the whole square എന്നാണ്. സോ ഈ ടേം എന്തായിട്ട് മാറിപ്പോവും, റെസൊണൻസ് സമയത്ത് VL-ഉം VC-യും ഈക്വൽ ആണ്. ഈ ടേം 0 ആയി പോകും. അതായത് VR-ന്റെ വാല്യൂ, സോ V which is equal to എന്തായിട്ട് മാറും, VR ആയിട്ട് മാറും. ശരിയാണോ മക്കളെ? V which is equal to VR ആയിട്ട് മാറും. ഓക്കെ. സോ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് വോൾട്ടേജ് എത്രയായിരിക്കും, ആർക്ക് ഈക്വൽ ആയിരിക്കും, VR-ന് ഈക്വൽ ആയിരിക്കും. സർക്യൂട്ടിൽ പോകുന്ന വോൾട്ടേജ് ആർക്ക് ഈക്വൽ ആയിരിക്കും, സർക്യൂട്ടിന്റെ ആകെ വോൾട്ടേജ് ആർക്ക് ഈക്വൽ ആയിരിക്കും, VR-ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ശരി. അടുത്തത് നാലാമത്തെ കാര്യം 4, ഇംപിഡൻസ് Z which is equal to ഇക്വേഷൻ എന്താണ്, √R² plus XC minus XL the whole square. നമുക്കറിയാം XL-ഉം XC എന്താണ്, ഈക്വൽ ആണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇത് 0 ആയിട്ട് പോകും. അതായത് ഇസഡിന്റെ വാല്യൂ ആർക്ക് ഈക്വൽ ആയിരിക്കും, റെസിസ്റ്ററിന് ഈക്വൽ ആയിരിക്കും. അതായത് ആർ എന്ത് ചെയ്യും, മിനിമം വാല്യൂ കിട്ടും. മിനിമം വാല്യൂ. സോ ഇംപെഡൻസിന്റെ വാല്യൂ എന്തായിട്ട് മാറും മക്കളെ, മിനിമം ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ?
സിമ്പിളാണ്, ഇംപെഡൻസിന്റെ വാല്യൂ മിനിമം ആയിട്ട് മാറും. അടുത്തെന്താണ് കറണ്ട്. 5 കറണ്ട്. കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഇസഡ് ആണ്. ശരിയാണോ? ആകെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആകെ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കറണ്ട് ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ് റെസൊണൻസ് സമയത്ത് വിക്ക് പകരം പറയണം വി ആർ എന്ന് പറയണം, ഇസഡിന് പകരം പറയണം ആർ എന്ന് പറയണം. സോ കറണ്ട് വാല്യൂ എത്രയായിരിക്കും? വി ആർ ഡിവൈഡ് ബൈ ആർ ആയിരിക്കും. ഓക്കെ ആണോ? വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് റെസിസ്റ്റർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും ആകെ കറണ്ട് എന്ന് പറയുന്നത്. സോ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇസഡിന്റെ വാല്യൂ മിനിമം ആവും. ഇസഡിന്റെ വാല്യൂ മിനിമം അല്ലേ ആവുന്നേ? റെസൊണൻസ് സമയത്ത് ഇംപെഡൻസ് മിനിമം ആകും, ഏറ്റവും മിനിമം ആകും. സോ കറണ്ട് എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. സോ മാക്സിമം കറണ്ട് ഉണ്ടാകും. ഓക്കെ ആണോ? സോ റെസൊണൻസ് സമയത്ത് കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അടുത്തത് ഫേസ് ഡിഫറൻസ്. 6 ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് 5. ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? നമുക്കറിയാം 5 വിച്ച് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡ് ബൈ ആർ എന്നാണ്. പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ ആരും ഈക്വൽ ആണ്, എക്സ് സിയും എക്സ് എല്ലും ഈക്വൽ ആണ്. സോ ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. ഈ ടേം ഫുൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. സോ അങ്ങനെയെങ്കിൽ 5ന്റെ വാല്യൂ എന്തായിട്ട് മാറും? 5ന്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് 0 ആയിട്ട് മാറും. ടാൻ ഇൻവേഴ്സ് 0 എത്രയാണ്? 0. 5ന്റെ വാല്യൂ 0 ആയിട്ട് മാറും. ഓക്കെ ആണോ? സോ റെസൊണൻസ് സമയത്ത് എന്തൊക്കെയാണ് LCR സർക്യൂട്ടിന് സംഭവിച്ചെന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചത് നോക്ക്. റെസൊണൻസ് സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്ക് മക്കളെ. എന്തൊക്കെ സംഭവിച്ചേ? ഓരോ നോക്കി. 1, എക്സലും എക്സിയും ഈക്വലായി. അതിന്റെ ഫലമായിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഇൻഡക്ടറും വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് കപ്പാസിറ്ററും സെയിം ആയി. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, ഇതിന്റെ ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതായിരുന്നു നമ്മുടെ ഫേസ് ഡയഗ്രാം. ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ഫേസ് ഡയഗ്രാം. ഇത് വി എൽ ആണ്, ഇതെന്താണ്? വി സി ആണ്, ഇതെന്താണ്? വി ആർ ആണ്, ഇതാണ് ഐ എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു ഒരു LCR സർക്യൂട്ടിന്റെ ഫേസ് ഡയഗ്രാം. ഇവിടെയാണെങ്കിൽ ഇവനും ഈക്വൽ ആയി പോയി, അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ വി ആർ അതുപോലെ ഐ. അപ്പം ആരെ പോലെ ആക്ട് ചെയ്യും? ആക്ച്വലി ഇത് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സർക്യൂട്ട് ബിഹേവ് ആസ്, വേണമെങ്കിൽ അത് എഴുതാം. 7ാമത്തെ കാര്യം, സർക്യൂട്ട് ബിഹേവ് ആസ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. സോ സർക്യൂട്ട് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും. കാര്യം എന്താണ്? ആ വി എല്ലും വി സിയും ക്യാൻസൽ ആയി പോയി. പിന്നെ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യും. ഇവിടെയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആയിരിക്കും. 5ന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 0 ആയിരിക്കും. അതുപോലെയാണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എത്രയാണ്? ഇസഡിന്റെ വാല്യൂ മിനിമം ആണ്. ഇസഡ് വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. ശരിയാണോ? അതായത് ഇംപെഡൻസ് എന്തായിട്ട് മാറും? മിനിമം ആയിട്ട് മാറും. അതുപോലെയാണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ എന്തായിട്ട് മാറും? കറണ്ട് മാക്സിമം ആയിട്ട് മാറും. ഇംപെഡൻസ് മിനിമം ആകുമ്പോൾ, റെസിസ്റ്റൻസ് മിനിമം ആകുമ്പോൾ, മിനിമം റെസിസ്റ്റൻസ് ആകുമ്പോൾ മാക്സിമം കറണ്ട് കടന്നു പോകും. സോ റെസൊണൻസ് സമയത്ത് സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്തായിട്ട് മാറും മക്കളെ? മാക്സിമം കറണ്ട് സർക്യൂട്ടിലൂടെ കടന്നു പോകും. അതുപോലെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് നോക്ക്. വോൾട്ടേജും കറണ്ട് തമ്മിലാകുന്ന ഫേസിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസൊണൻസിനെ പറ്റി പഠിക്കേണ്ടത്. റെസൊണൻസ് സമയത്ത് LCR സർക്യൂട്ടിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തന്നു. സോ ഫ്രീക്വൻസി എന്തായിട്ട് മാറും? ഫ്രീക്വൻസി നമുക്ക് വേണമെങ്കിൽ 8ാമത്തെ കാര്യം പറയാം. ഫ്രീക്വൻസി എന്തായിട്ട് മാറും? ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു, കറണ്ടിന്റെ ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു 1/2π LC ആയിട്ട് മാറും ഫ്രീക്വൻസി. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് റെസൊണൻസ് സമയത്ത് നടക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ പറയാനുണ്ട്, പവറിനെ പറ്റി പറയാനുണ്ട്. പക്ഷെ പവർ പഠിക്കാൻ നേരത്ത് നമ്മൾ എല്ലാ സർക്യൂട്ടിലും പവറിനെ പറ്റി എന്ത് ചെയ്യും? വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ 8 കാര്യം റെസൊണൻസ് സമയത്ത് എന്തെല്ലാമാണ് LCR സർക്യൂട്ട് നടന്നതെന്ന ഈ 8 കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പലതവണ പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ആപ്പിലുണ്ട്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്ന് വളരെ വിശദമായിട്ട് ആപ്പിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് നോക്കുക. ഓക്കെ, സോ മക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് റെസൊണൻസിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഉറപ്പായിട്ട് ഇത് എഴുതി പഠിക്കണം. പുതിയ കോൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.